അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ എങ്ങനെ ഒരു 3x3 റുബിക്സ് ക്യൂബ് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാമെന്നാണ്. അപ്പം ഈ റുബിക്സ് ക്യൂബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ പഠിക്കാനുണ്ട്. അതറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഈ റുബിക്സ് ക്യൂബിന് 6 കളേഴ്സായിരിക്കും ഉണ്ടാവുക. അതിനൊക്കെ ഓരോരോ സെൻറ്റർ കളേഴ്സ് ഉണ്ടാവും. ഈ സെൻറ്റർ കളേഴ്സ് എത്ര നീക്കിയാലും ഇവിടുന്ന് നീങ്ങൂല, മാറൂല. അതുപോലെ നിങ്ങൾ അടുത്തറിഞ്ഞ് വെക്കേണ്ടതെന്ന് വെച്ചാൽ യെല്ലോ കളറിന് നേരെ ഓപ്പോസിറ്റ് വൈറ്റ് ആയിരിക്കും. ഗ്രീൻ കളറിന് നേരെ ഓപ്പോസിറ്റ് ബ്ലൂ ആയിരിക്കും. ഓറഞ്ച് കളറിന് നേരെ ഓപ്പോസിറ്റ് റെഡ് ആയിരിക്കും. ഇനി നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞു വെക്കേണ്ടതാണ്. ഇനി ഇത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് അത് സിമ്പിൾ ട്രിക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വൈറ്റ് കളറിൻ്റെ ഇതുപോലെയുള്ള 4 കട്ടകളുണ്ടാവും. മീൻസ് ഒന്നിവിടെ 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 ഒന്നിവിടെ, 4 കട്ടകളുണ്ടാവും. 1 ഇവിടെയുള്ളത്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഈ വൈറ്റിൻ്റെ ഓപ്പോസിറ്റായ യെല്ലോയുടെ അടുത്ത് ഉണ്ടോ, യെല്ലോയുടെ അടുത്ത് ഇപ്പോൾ 2 എണ്ണമായി. അങ്ങനെ 4 കളറും യെല്ലോൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുക. മീൻസ് നടുവിൽ യെല്ലോ, ഈ 4 ഭാഗത്തും 4 വെള്ളയും അങ്ങനെ ആക്കി വെക്കുക. അപ്പം അടുത്ത കളറും കിട്ടി. ഇപ്പം ഇങ്ങനെ 4 കളറായി. ഈ 4 കളറിൽ ഈ കളറിൻ്റെ നേരെ അടിയിലുള്ളത് ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ച് കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് കറക്റ്റ് ആക്കിയതിന് ശേഷം ഇങ്ങനെ 2 തിരി അടിയിലേക്ക്. ഇപ്പോൾ ഇവിടെ ബ്ലൂ ഉണ്ട്. ബ്ലൂ കറക്റ്റ് സെറ്റാക്കിയിട്ട് 2 തിരി അടിയിലേക്ക്. 2 തിരി തന്നെ തിരിക്കാൻ നിർബന്ധമാണ്. പിന്നെ ഈ റെഡിൻ്റെ നേരെ അടിയിൽ കറക്റ്റ് റെഡ് ആക്കുക. അതിന് ശേഷം 2 തിരി അടിയിലേക്ക്. പിന്നെ കറക്റ്റ് ഗ്രീൻ ചെയ്യുക. അങ്ങനെ എല്ലാതും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് കിട്ടും നമുക്ക്. അത് കറക്റ്റായിട്ടേക്കൊക്കെ കിട്ടുക. പിന്നെ നമുക്ക് നോക്കാമല്ലെന്ന് വെച്ചാൽ കണ്ടോ, ഈ കളറ് ഇതാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഗ്രീനും റെഡും ഉണ്ട്. അപ്പോൾ ഗ്രീനും റെഡും ഈ 2 എണ്ണമാണ്. ഇതിന് നേരെ ഇവിടെ കൊണ്ടുവരിക. എന്നിട്ട് ഈ കളറ് ഇവിടെ വെക്കണം. അതിന് നമ്മൾ ഈ അടിയിലെ ഭാഗം ഇടത്തെ ഭാഗത്തോട്ടും ഈ റൈറ്റിലെ ഇത് അടിയിലേക്കും, പിന്നെ ഈ അടിയിൽ നമ്മൾ ഇടത്തെ ഭാഗത്തേക്കാക്കിയത് വീണ്ടും വലത്തെ ഭാഗത്തേക്കാക്കിയിട്ട് മുകളിലേക്കാക്കാം. ഇടത്തെ ഭാഗത്തത് മുകളിലേക്കാക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടും. ഈ കളർ ഇതിന് മാച്ചായിരിക്കും, ഈ കളർ ഇതിനും മാച്ചായിരിക്കും. പിന്നെ നമ്മൾ ഈ കളറാണ് സെലക്ട് ചെയ്തത്. അത് ബ്ലൂവിൻ്റെയും ഓറഞ്ചിൻ്റെയും നടുവിൽ ഇവിടെ. ഇതെന്ന് വെച്ചാൽ അടിയിലെ ഭാഗം വലത്തേക്കും, ഇടത്തെ ഭാഗം അടിയിലേക്കും, പിന്നെ ഈ അടിയിലെ ഭാഗം വീണ്ടും ഇടത്തേക്ക്, പിന്നെ മുകളിലേക്കും ചെയ്യാം. അപ്പോൾ ഇവിടെ 2 കളറും മാച്ചായി കിട്ടും. പിന്നെ ഈ കളറ് ഇത് ഓറഞ്ചും പച്ചയുമാണ്. അപ്പോൾ ഇത് ഇവിടെ വെക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അടിയിലെ ഭാഗം വലത്തേക്ക്, ഇടത്തെ ഭാഗം അടിയിലേക്ക്, അടിയിലെ ഭാഗം ഇടത്തേക്ക്, ഇടത്തെ ഭാഗം മുകളിലേക്ക്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ എല്ലാ കളറും കിട്ടും. എല്ലാ കളറും ഈ കളർ ഒഴികെ ബാക്കിയെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഈ കളർ മാച്ചാണ് എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ 2 തിരി കറക്റ്റാക്കിയിട്ട് ഇതിന് നേരെ കറക്റ്റാക്കാം. എന്നിട്ട് നിങ്ങളൊരിക്കലും ഈ ഭാഗത്ത് കാണുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് തിരിച്ച് ചെയ്യരുത്. അപ്പോൾ ഇത് കിട്ടൂല. അപ്പോൾ നമ്മൾ ഇടത്തെ ഭാഗത്ത് കാണുന്നുണ്ടെങ്കിൽ വലത്തെ ഭാഗത്തേക്ക് തന്നെ നീക്കുക. എന്നിട്ട് ഇടത്തെ ഭാഗം അടിയിലേക്ക്, അടിയിലെ ഭാഗം വീണ്ടും ഇടത്തേക്ക്, എന്നിട്ട് ഇത് മുകളിലേക്കാക്കാം. അപ്പോൾ ഇവിടെ വൈറ്റ് ഫുള്ളായി. അതുപോലെ തന്നെ ഇവിടെ ഒരു T ഷേപ്പ്, മീൻസ് ഇവിടെ 3 എണ്ണം പിന്നെ സെൻറ്ററും, ഇവിടെ 3 എണ്ണം ഇവിടെ സെൻറ്ററും, ഇവിടെ 3 എണ്ണം സെൻറ്ററും, ഇവിടെ 3 എണ്ണം സെൻറ്ററും. ബാക്കി കാണുന്ന കട്ടകളൊന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട. അതിനുശേഷം ഈ വൈറ്റ് ഭാഗം അടിയിലേക്ക് പിടിക്കുക. എന്നിട്ട് മഞ്ഞ അല്ലാത്ത കളറ്, മീൻസ് ഓറഞ്ചും ഗ്രീനും, അത് ഈ കളറിൻ്റെ നേരെ വരിക. മീൻസ് ഇപ്പോൾ ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഇത് നേരെ അടിയിലേക്കാക്കണം. മീൻസ് ഈ കളറ് നേരെ ഈ ഭാഗത്തേക്കാക്കണം. അതിന് ഞാൻ ഇവിടെ ഒരു അൽഗോരിതം കൊടുക്കാം. അത് നിങ്ങൾ നോക്കി ചെയ്യാം. അപ്പോൾ ഞാൻ പറയുന്നത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതാണ്. ഇത് ഈ ഭാഗം ഇടത്തേക്കും, ഈ ഭാഗം ഇടത്തേക്ക് ചെയ്യാം. ഇവിടെ മുകളിലേക്ക്, ഇവിടെ ഇങ്ങോട്ട് അടിയിലേക്ക്, ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. അപ്പോൾ ഈ കളറ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇനി ഇനി ബ്ലൂ കിട്ടിയിട്ടുണ്ട്. ബ്ലൂ ഈ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. മീൻസ് മുകളിലെ ഭാഗം വലത്തേക്കും, ഈ ഭാഗം മുകളിലേക്കും, ഇടത്തെ ഭാഗം മുകളിലേക്കും, മുകളിലെ ഭാഗം വീണ്ടും ഇടത്തേക്ക്, ഇടത്തെ ഭാഗം അടിയിലേക്ക്, മുകളിലെ ഭാഗം വീണ്ടും ഇടത്തേക്ക്. പിന്നെ ഒന്നിങ്ങനെ ചെയ്യുകയും ചെയ്യാം.
അപ്പം ഈ ഭാഗം വലത്തെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഈ ഭാഗം മുകളിലേക്ക്, പിന്നെ മുകളിലത്തെ ഭാഗം വീണ്ടും വലത്തേക്ക്, പിന്നെ ഇത് നേരെ അടിയിലേക്ക്. അപ്പോൾ ഇവിടെയും കറക്റ്റാവും. അങ്ങനെ നിങ്ങൾ ഇതിൻ്റെ അൽഗോരിതം ഞാൻ ഇവിടെ കൊടുക്കാം. അങ്ങനെ നിങ്ങളിതെല്ലാം ഫില്ല് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനത് ഫില്ല് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കളറും കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ യെല്ലോ, ഇവിടെ യെല്ലോ, ഇവിടെ യെല്ലോ, ഇവിടെ യെല്ലോ. അപ്പോൾ ഇത് എവിടേക്കും വെക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഫില്ലും അല്ല. അപ്പോൾ ഈ കളറ് ഇത് ഇങ്ങനെ തല കുത്തനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം? ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഏതെങ്കിലും ഒരു അൽഗോരിതം, മീൻസ് ഇടത്തെ ഭാഗത്തിന് പറ്റിയ ഒരു അൽഗോരിതം. പറയുമ്പോൾ ഇടത്തെ ഭാഗം മുകളിലേക്ക്, മുകളിലത്തെ ഭാഗം ഇടത്തേക്ക്, ഇടത്തെ ഭാഗം അടിയിലേക്ക്, മുകളിലെ ഭാഗം വീണ്ടും ഇടത്തേക്ക്, പിന്നെ അടിയിലെ ഭാഗം ഞാൻ വലത്തെ ഭാഗം ഇതൊന്നും ഇങ്ങോട്ട് തിരിക്കുക. എന്നിട്ട് വലത്തെ ഭാഗം മുകളിലേക്ക്, പിന്നെ മുകളിലെ ഭാഗം വീണ്ടും വലത്തേക്ക്, പിന്നീട് അടിയിലേക്ക്. അപ്പോൾ ആ കളറ് കറക്റ്റ് മുകളിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പം ഈ കളറ് കറക്റ്റ് ഇവിടെ നേരാക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ അൽഗോരിതം വീണ്ടും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടും യെല്ലോ. ഇപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ അതൊന്ന് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഓറഞ്ചും റെഡും കറക്റ്റായി. പക്ഷേ എന്നാൽ കാര്യമില്ല, കാരണം ഇവിടെ നമുക്ക് ഫുള്ളാക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ അൽഗോരിതം ഇവിടെ കൊടുക്കാം. അതനുസരിച്ച് നമ്മൾ ചെയ്യണം. അപ്പോൾ ആദ്യം ഫേസ് മുകളിലേക്ക്, എന്നിട്ട് ഈ മുകളിലെ ഭാഗം ലെഫ്റ്റ് സൈഡിലേക്ക്, ഇത് മുകളിലേക്ക്, പിന്നെ മുകളിലെ ഭാഗം റൈറ്റ് സൈഡിലേക്ക്, ഈ ഭാഗം അടിയിലേക്ക്, ഈ ഭാഗം അടിയിലേക്ക്. അങ്ങനെ നമ്മൾ കുറേ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ കിട്ടും. അത് കുറേ നേരം റിപ്പീറ്റ് ചെയ്താൽ കിട്ടും, ചിലപ്പം പെട്ടെന്ന് കിട്ടും. അത് ഞാൻ റെഡിയാക്കിയിട്ട് ബാക്കിയാക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്ലസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 2 കളറുണ്ട്, അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരു സംഭവം വരാണ്ട്. അതിന് നമ്മൾ റൈറ്റ് സൈഡ് മുകളിലേക്ക്, പിന്നെ മുകളിലെ സൈഡ് ഇടത്തേക്ക്, റൈറ്റ് സൈഡ് അടിയിലേക്ക്, ഈ മുകളിലെ ഇത് വീണ്ടും ഇടത്തേക്ക്, റൈറ്റ് സൈഡ് മുകളിലേക്ക്, ഇത് മുകളിലെ ഭാഗം ഇടത്തേക്ക് 2 തിരി, പിന്നെ ഇത് അടിയിലേക്ക്. അപ്പോൾ ഇവിടെ ഒരു ഫിഷിൻ്റെ ചിഹ്നം വരും. മീൻസ് അത് നിങ്ങൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ മീനൊക്കെ വരക്കാറില്ലേ, അതിങ്ങനെയല്ലേ, ഇതേപോലെ വെക്കാം. എന്നിട്ട് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം വലത്തെ ഭാഗത്ത് മുകളിലേക്കാക്കിയിട്ട് പിടിക്കാം. എന്നിട്ട് ഇപ്പോൾ ചെയ്ത അതേ അൽഗോരിതം വൺസ് മോർ ചെയ്യാം. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. വലത്തെ ഭാഗം മുകളിലേക്ക്, മുകളിലെ ഭാഗം ഇടത്തേക്ക് ഒരു പ്രാവശ്യം, വലത്തെ ഭാഗം അടിയിലേക്ക്, ഇടത്തെ ഭാഗം ഈ മുകളിലെ ഭാഗം ഇടത്തേക്ക് ഒരു പ്രാവശ്യം, വലത്തെ ഭാഗം വീണ്ടും മുകളിലേക്ക്, മുകളിലെ ഭാഗം ഇടത്തെ ഭാഗത്തേക്ക് 2 തവണ, എന്നിട്ട് നേരെ അടിയിലേക്ക്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ഫിഷ് കിട്ടും. അത് നമ്മൾ വൺസ് മോർ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് യെല്ലോ ഫിനിഷ് ആവും. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഏതെങ്കിലും കട്ട ഫുള്ളായതുണ്ടോ എന്ന് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏറ്റവും കൂടുതൽ കട്ട് ചെയ്തതിലാണോ അങ്ങനെ എടുക്കാം. ഇപ്പം ഇതും കണ്ട് നീക്കിയിട്ട് ഗ്രീൻ എടുക്കുകയാണ് തൽക്കാലത്തിന്. എൻ്റെ ഏതോടെ ഫുള്ളായിട്ടില്ല. അപ്പോൾ ഗ്രീൻ എടുക്കുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കാം, ബ്ലൂവിന് പറ്റിയ അൽഗോരിതം. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഈ റൈറ്റ് ഭാഗം നേരെ അടിയിലേക്ക്, എന്നിട്ട് പിന്നെ ഫേസ്, പിന്നെ ഈ ഭാഗം നേരെ ഇങ്ങോട്ട്, ഇവിടെ 2 തിരി, ഈ ഭാഗം മുകളിലേക്ക്, അടിയിലൊരു പ്രാവശ്യം, പിന്നെയും റൈറ്റ് അടിയിലേക്ക്, മുകളിൽ 2 തിരി, പിന്നെ ഇത് 2 പ്രാവശ്യം അടിയിലേക്കും. അപ്പോൾ ഇവിടെ യെല്ലോ കറക്റ്റാവും, വൈറ്റും കറക്റ്റാവും. അത് ഓൾറെഡി കറക്റ്റായതാണ്. അത് തെറ്റാതെ നമ്മൾ നോക്കണം. അത് തെറ്റി കഴിഞ്ഞാൽ ആകെ തെറ്റും. അപ്പോൾ ഇവിടെ 2 റെഡ് ഉണ്ട്, അത് നേരെ റെഡിൻ്റെ നേരെ ആക്കാം. അപ്പോൾ ഇവിടെ ബ്ലൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫുള്ളായത് റെഡാണ്. അതിൻ്റെ നേരെ ബാക്ക് എടുക്കുക. അപ്പോൾ പറഞ്ഞ അതേ അൽഗോരിതം ഒരു പ്രാവശ്യം കൂടി, ഇത് അടിയിലേക്ക്, ഫേസ്, ഈ വലത്തെ. ഇപ്പം ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഓറഞ്ച് മാറ്റിയിട്ട് യെല്ലോയിലേക്ക് കയറാം. എന്നിട്ട് വലത്തെ ഭാഗം അടിയിലേക്ക്, മുകളിലെ ഭാഗം 2 പ്രാവശ്യം ഇടത്തെ ഭാഗത്തേക്കും, പിന്നെ ഈ ഭാഗം മുകളിലേക്ക്, ഈ അടിയിലെ ഭാഗം ഇടത്തേക്ക്, വലത്തെ ഭാഗം അടിയിലേക്ക്, പിന്നെ മുകളിലെ ഭാഗം 2 പ്രാവശ്യം ഇടത്തേക്കും, പിന്നെ വലത്തെ ഭാഗം 2 പ്രാവശ്യം അടിയിലേക്കും. അപ്പോൾ യെല്ലോ കറക്റ്റായി ഉറപ്പ് വരുത്തുക.
എന്നിട്ട് കണ്ടോ ഇത് എല്ലാതും ഇതേപോലെ കിട്ടും, ഓരോന്നോരോന്നും ഫില്ലാവാത്ത രീതിക്ക്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ എടുക്കാം. എന്നിട്ട് ഈ ഭാഗം വലത്തെ ഭാഗം 2 പ്രാവശ്യം മുകളിലേക്ക്, മുകളിലെ ഭാഗം ഇടത്തേക്ക്, വീണ്ടും വലത്തെ ഭാഗം മുകളിലേക്ക്, മുകളിലെ ഭാഗം ഇടത്തേക്ക്, പിന്നെ വലത്തെ ഭാഗം അടിയിലേക്ക്, മുകളിലെ ഭാഗം വലത്തേക്ക്, വലത്തെ ഭാഗം അടിയിലേക്ക്, മുകളിലെ ഭാഗം വലത്തേക്ക്, വലത്തെ ഭാഗം അടിയിലേക്ക്, പിന്നെ ഇത് മുകളിലെ ഭാഗം ലെഫ്റ്റ് സൈഡിലോട്ട്. കാരണം ഈ വൈറ്റ് ഇവിടെ കറക്റ്റ് ആവണം. എന്നിട്ട് അടിയിലേക്ക് ഒരു തിരി. അപ്പോൾ അത് അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു കളർ ഫുള്ളായിട്ടുണ്ടാവും. ഓറഞ്ചാണ് എനിക്ക് ഫുള്ളായത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. വീണ്ടും ഇതേ അൽഗോരിതം തന്നെ ചെയ്യുക. വലത്തെ ഭാഗം 2 പ്രാവശ്യം മുകളിലേക്ക്, മുകളിലെ ഭാഗം ഇടത്തേക്ക്, ഈ ഭാഗം മീൻസ് റൈറ്റ് സൈഡ് ഒന്നും കൂടി മുകളിലേക്ക്, മുകളിലെ ഭാഗം ഒന്നും കൂടി ലെഫ്റ്റിലേക്ക്, ഈ റൈറ്റ് സൈഡ് അടിയിലേക്ക്, മുകളിലെ ഭാഗം അടിയിലേക്ക്, വലത്തെ സൈഡ് അടിയിലേക്ക്, മുകളിലെ ഭാഗം വലത്തേക്ക്, ഈ ഭാഗം അടിയിലേക്ക്. ഇത് ഫില്ല് ചെയ്യുക. ഇത്രയുള്ള സംഭവം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇത്രയും ലോങ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ നല്ലോണം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് ഇത് കിട്ടും. നമുക്ക് അത്രയും നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ മറ്റു വീഡിയോകളൊക്കെ ചില ആൾക്കാർ 4 സെക്കൻഡ് കൊണ്ട് 5 സെക്കൻഡ് കൊണ്ടൊക്കെ ചെയ്യുന്നത്, അതേപോലെ നമ്മളെ കൊണ്ടും കഴിയും. കുറഞ്ഞത് നമുക്ക് ഒരു 2 to 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് ശീലിച്ച് കഴിഞ്ഞാൽ റെഡിയാക്കാൻ കഴിയും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ അടിക്കാനും മറക്കരുത് കേട്ടോ.